ഒരു ഘട്ടത്തിൽ ഇതൊന്നും അനുഭവിക്കാൻ പറ്റാത്ത സ്ഥിതി വന്നാലും ഒന്നുമില്ല എന്ന് നേരത്തെ ഉറപ്പിക്കുകയും ചെയ്യുമെങ്കിൽ ഒരിക്കലും മാറാത്ത ആത്മാനന്ദം അനുഭവിക്കാൻ പറ്റും. ഇതാണ് നിയമം. മരണം പോലും ബാധിക്കില്ല എന്നുറപ്പുള്ള ആത്മാനന്ദം അനുഭവിക്കാൻ സാധിക്കും. പക്ഷേ അത് ചിന്തിക്കാതെ, ആ തത്വചിന്ത മനസ്സിനെ പഠിപ്പിക്കാതെ ഇന്ദ്രിയ വിഷയങ്ങളുടെ പിന്നാലെ പോകുന്നവർക്ക് ഒടുവിൽ അവ അനുഭവിക്കാൻ സാധിക്കുകയുമില്ല. അനുഭവിക്കണമെന്ന ആഗ്രഹം പണ്ടത്തേക്കാൾ 10 മടങ്ങ് നിലനിൽക്കുകയും ചെയ്യും. അപ്പോഴാണ് സുഖമായി ഇന്ദ്രിയ വിഷയങ്ങൾ അനുഭവിക്കാൻ പറ്റുന്ന വല്ല മൃഗജീവിതങ്ങളും തടസ്സമില്ലല്ലോ. എപ്പോഴും ആവാം. മൃഗജീവിതങ്ങളും സസ്യ വൃക്ഷലസാദി ജീവിതങ്ങളും ഒക്കെയായി മാറാൻ ഇടവരുന്നത്. അങ്ങനെ ഇന്ദ്രിയങ്ങളാണ് മനസ്സിനെ ആത്മാനുഭവത്തിൽ നിന്നും തടഞ്ഞ് കൂരിരുട്ടിൽ കൊണ്ട് എത്തിക്കുന്നത്. അപ്പോൾ വസിഷ്ഠൻ ചോദിക്കുന്നത്, ഈ മാൻ തുടങ്ങിയ മൃഗങ്ങൾ ഓരോ ഇന്ദ്രിയങ്ങളെ ആശ്രയിച്ച് ദുരന്തത്തിൽ ചെന്ന് വീഴുന്നു. അല്ലയോ മനുഷ്യ, നിനക്കാണെങ്കിൽ 5 ഇന്ദ്രിയങ്ങൾ ഒരുമിച്ച് പഞ്ചൈരേതൈരനർത്ഥൈസ്തു സർവൈരേതൈരനർത്ഥസ്തു വ്യാപ്തസ്യാജ്ഞകുതസുഖം, ഇവയെല്ലാം ഓരോന്നിൽപ്പെട്ട് നശിക്കുന്നു. അല്ലയോ മനുഷ്യ, ഈ 5 നാശഹേതുക്കളിലും ചെന്ന് വീഴുന്ന നിൻ്റെ കഥ എന്താ പറയാനുള്ളത്? ഇതാണ് ഇന്ദ്രിയാണി പ്രമാധീനി ഹരന്തി പ്രസഭം മനഃ. ഇത് സൂചിപ്പിക്കുകയാണ് ഉപനിഷത്ത്. അത്രയും സൂചിപ്പിച്ച് കഴിയുമെങ്കിൽ ഇന്ദ്രിയങ്ങളെ വശത്താക്കൂ. അടുത്ത മന്ത്രം ഏന രൂപം. എങ്ങനെയായി ഇന്ദ്രിയങ്ങളെ വശത്താക്കുന്നത്? ഏന രൂപം രസം ഗന്ധം ശബ്ദാൻ സ്പർശാംശ്ച മൈഥുനാൻ ഏതേനൈവ വിജാനാതി കിമത്ര പരിശിഷ്യത്തെ. എടോ, ഇന്ദ്രിയങ്ങൾ ഓരോ വിഷയങ്ങൾ അനുഭവിക്കുന്നു. ഒരു ഇന്ദ്രിയത്തിന് ഒരു വിഷയമേ അനുഭവിക്കാൻ പറ്റൂ. നേരെ മറിച്ച് 5 ഇന്ദ്രിയങ്ങളുടെയും 5 വിഷയങ്ങളെയും അനുഭവിക്കുന്ന ഒരു വസ്തുവുണ്ട്. അതാണ് ഞാൻ, ബോധം. കാണുന്ന രൂപത്തെ കാണിക്കുന്നു, ചെവി ശബ്ദത്തെ കേൾപ്പിക്കുന്നു. അങ്ങനെ ഓരോ ഇന്ദ്രിയവും ഓരോന്നിനെ. പക്ഷെ എല്ലാവരുടെയും അനുഭവം എന്താ? ഞാൻ തന്നെയാണ് രൂപം കണ്ടത്, ഞാൻ തന്നെയാണ് ശബ്ദം കേട്ടത്, ഞാൻ തന്നെയാണ് രസം അനുഭവിച്ചത്. ഒറ്റയാൾ അനുഭവിക്കുന്നത് ഒരാൾ. ഇക്കാര്യം അത്യന്തം സ്പഷ്ടമാക്കുന്നു. എന്ത്? ഇന്ദ്രിയങ്ങൾ ബോധത്തിൻ്റെ ഉപകരണങ്ങളാണ്, വെറും ഉപകരണങ്ങൾ. ഉപകരണം വെച്ച് പുറത്ത് കൃത്രിമമായി ഒരു വസ്തുവിനെ ഉണ്ടാക്കി അനുഭവിക്കുക. അല്ലാതെ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ അവിടെ സ്ഥിരമായ വസ്തുക്കളല്ല. ചെവി എന്ന ഉപകരണത്തിൽ കൂടി ബോധം അനുഭവത്തിന് മുതിരുമ്പോഴേ ശബ്ദമുള്ളൂ. കണ്ണിൽ കൂടി ശബ്ദം അനുഭവിക്കാൻ പറ്റില്ല. അപ്പോൾ ചെവി എന്ന ഉപകരണം അനുഭവിപ്പിക്കുന്ന ഒരു കൃത്രിമ ജഡവിഷയമാണ് ശബ്ദം. പച്ചക്കണ്ണാടി വെച്ചൊരാൾ നോക്കിയാൽ പച്ചയായിട്ട് തോന്നും, ജഗത്ത് മുഴുവൻ പച്ചയായിട്ട് തോന്നും. വാസ്തവത്തിൽ ജഗത്ത് പച്ചയായതുകൊണ്ടാണോ? പച്ച കണ്ണാടി അയാളെ സർവത്ര പച്ച നിറത്തെ അനുഭവിപ്പിക്കുന്നു. അതുപോലെ ചെവി എന്ന ഉപകരണം അയാൾക്ക് സർവത്ര ശബ്ദമുണ്ടെന്ന് തോന്നിപ്പിക്കുന്നു. വിവേകാനന്ദ സ്വാമികൾ പറയും, 6ാമതൊരു ഇന്ദ്രിയം കൂടെ ഉണ്ടെങ്കിൽ 6ാമതൊരു വിഷയമുണ്ടെന്ന് തോന്നും. വിഷയമുണ്ടായിട്ടല്ല, ഉപകരണം കാണിക്കുന്ന കാഴ്ച. അങ്ങനെയാണെങ്കിൽ ആ ഉപകരണത്തെ മാറ്റൂ. ഞാൻ ഉപകരണമല്ലല്ലോ, ബോധം ഉപകരണമല്ല. ബോധം ഒരു ഉപകരണത്തെ ആശ്രയിക്കുമ്പോൾ ഒരു ഇന്ദ്രിയ വിഷയം അനുഭവിക്കാൻ ഇടവരുന്നു. ആ വിഷയത്തെ ഉപകരണത്തോടൊപ്പം മാറ്റി നിർത്തിയിട്ട് ഞാനിനെ കണ്ടെത്തൂ. ഞാനിനെ കണ്ടെത്തിയാൽ അനുഭവിക്കുന്ന വിഷയവും ഞാൻ തന്നെ. അതൊരു ഭ്രമം. ആ ഭ്രമത്തിൽ പിന്നെ പെടേണ്ട കാര്യമില്ല.
ഉപനിഷത്ത് അത് വ്യക്തമായി സൂചിപ്പിക്കുന്നു. ഏന രൂപം രസം ഗന്ധം ശബ്ദാൻ സ്പർശാംശ്ച മൈഥുനാൻ, ശബ്ദങ്ങൾ, സ്പർശങ്ങൾ, ദാമ്പത്യ സുഖങ്ങൾ, ഇതൊക്കെ തന്നെ ഏതേനൈവ വിജാനാതി, ഈ ബോധമാണ് അനുഭവിക്കുന്നത്. ആർക്കും ചിന്തിക്കുന്ന ആർക്കും അത് ബോധ്യപ്പെടും. ഞാനാണ് ഇതൊക്കെ അനുഭവിച്ചത്. അപ്പോൾ ഞാനാണ് അനുഭവിച്ചതെങ്കിൽ ഞാൻ തന്നെ അതെല്ലാം. ഞാനില്ലെങ്കിൽ അവയൊന്നുമില്ല. അവയൊക്കെ ഉപകരണത്തിൻ്റെ കൃത്രിമ ദൃശ്യങ്ങൾ. ഞാനില്ലെങ്കിൽ അവയൊന്നുമില്ല. ഒക്കെ ഞാൻ തന്നെ, ഒക്കെ ബോധമയം, ഒക്കെ ബ്രഹ്മമയം. ഇന്ദ്രിയങ്ങളെ വശത്താക്കാനുള്ള ഏറ്റവും പ്രധാനമായ ഉപായം ഇതാണ്. അല്ലാതെ എവിടെയെങ്കിലും ഞാൻ കണ്ണും അടച്ച് കണ്ണിനെ അങ്ങോട്ട് പുറത്താക്കാം, ചെവിയെ പുറത്ത് ഒന്നും എളുപ്പത്തിൽ നടക്കില്ല. നേരെ മറിച്ച് എവിടെയിരുന്നു അവിടെയൊക്കെ നമ്മുടെ ആചാര്യനായ എഴുത്തച്ഛൻ്റെ നമുക്കൊക്കെ അറിയാവുന്ന മന്ത്രം ആവർത്തിച്ചോർമ്മിക്കുക. യാതൊന്നു കണ്ടതത് നാരായണ പ്രതിമ. ആ ഈയാമ്പാറ്റ, ഞാൻ കാണുന്ന ഈ രൂപം നാരായണനാണെന്ന് ഓർമ്മിച്ചിരുന്നെങ്കിൽ ഇത്ര വേഗം ചത്തു വീഴില്ലായിരുന്നു. ഈയാമ്പാറ്റയ്ക്ക് അതിനുള്ള ബുദ്ധിയില്ല. നമുക്ക് ബുദ്ധിയുണ്ടല്ലോ. വിചാരം ചെയ്തുറപ്പിക്കണം. എന്താ ഈ കാണുന്നതൊക്കെ? ബോധമയനായ ഞാനില്ലെങ്കിൽ ഒന്നുമില്ല. ഞാൻ തന്നെയാണ് ശബ്ദമായി പ്രത്യക്ഷപ്പെടുന്നത്. ഞാൻ എന്നിൽ എന്തിന് പ്രലോഭിതനാവണം? ഞാനുണ്ടല്ലോ. ആ പ്രലോഭനം വിടൂ. ഞാൻ നിത്യാനന്ദമായി മാറും. അപ്പോൾ യാതൊന്നു കണ്ടതത് നാരായണ പ്രതിമ. എന്ത് ശബ്ദം കേട്ടാലും അത് നാരായണ ശ്രുതി, നാരായണ നാമം എന്നുറപ്പിക്കൂ. അതിനാണ് ഉപനിഷത്ത് ഈ മന്ത്രം പറയുന്നത്. ഏന രൂപം രസം ഗന്ധം സ്പർശാൻ ശബ്ദാംശ്ച മൈഥുനാൻ. ഇതൊക്കെ അനുഭവിക്കുന്നതാര്? ഏതേനൈവ, ഈ ആത്മാവിനാൽ തന്നെ. അവയൊക്കെ ആത്മസ്വരൂപം തന്നെ. ഇതോർമ്മിക്കൂ. ഏതേനൈവ വിജാനാതി. ഇതങ്ങോട്ട് തീരുമാനിച്ചാൽ കിമത്ര പരിശിഷ്യത്തെ. പിന്നെ ഇവിടെ ഏത് ശബ്ദം, ഏത് രൂപം, ഏത് ഗന്ധം, എല്ലാം ഈശ്വരൻ, എല്ലാം ബോധമയം. ഏതേനൈവ വിജാനാതി കിമത്ര പരിശിഷ്യത്തെ. പിന്നെ ഇനി ഇവിടെ എന്ത് ശേഷിക്കുന്നു? ഇതാണ് അതിൻ്റെ ഉപനിഷത്ത് കാട്ടിത്തരുന്ന ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും വശപ്പെടുത്താനുള്ള രാജപാതം. മനസ്സെന്തെന്തൊക്കെ കൃത്രിമങ്ങൾ വിചാരിക്കട്ടെ, ഒക്കെ ബ്രഹ്മം, ബോധം അല്ലാതെ മനസ്സിന് എന്ത് വിചാരിക്കാൻ? മനസ്സ് തന്നെ ബോധരൂപം കൈക്കൊള്ളുന്നു കൃത്രിമമായി. ഒരു മനസ്സങ്ങനെ ഇല്ല. എവിടുന്നായി മനസ്സ്? ബോധത്തിൽ ഉണ്ടാകുന്ന ഒരു വിവർത്തം, ഭ്രമം എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലെ കാനൽ ജലം പോലെ, കയറിൽ സർപ്പം കാണും പോലെ ബോധത്തിൽ കാണുന്ന ഒരു വെറും ഭ്രമമാണ് മനസ്സ്. അല്ലെങ്കിൽ ആരെങ്കിലും മനസ്സിൻ്റെ ഉത്പത്തി ഒന്ന് കാണിക്കട്ടെ. ഉത്പത്തി ബോധത്തിൽ നിന്നങ്ങനെ യഥാർത്ഥത്തിൽ ഒരു മനസ്സുണ്ടാകാനേ സാധ്യമല്ല. നിശ്ചലമായ ബോധത്തിൽ ചഞ്ചലമായ മനസ്സെങ്ങനെ ഉണ്ടാവും? അപ്പോൾ ഉണ്ടാകുന്നതായി തോന്നുന്നതിൽ വെറും ഭ്രമം. മനസ്സു മുതൽ ബുദ്ധി മുതൽ ഭ്രമമാണ്. ഭ്രമം അന്തിമ വിശകലനത്തിൽ ബോധം തന്നെ. ഇന്നലെയൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് ഉറപ്പിച്ചതാണല്ലോ. എന്ത് ഭ്രമവും അന്തിമ വിശകലനത്തിൽ വസ്തുവാണ്. കയറിൽ സർപ്പത്തെ കണ്ടാൽ ആ സർപ്പം അന്തിമ വിശകലനത്തിൽ കയറ് തന്നെയാണ്. മരുഭൂമിയിൽ കാണുന്ന മിറാഷ്, ഈ കാനൽ ജലം മരുഭൂമി തന്നെയാണ്, അല്ലാതെ മറ്റൊന്നും ആവാൻ സാധ്യമല്ല. ഈ തത്വമുറപ്പിക്കുക. തത്വമാധ്യാത്മികം ദൃഷ്ട്വ, തത്വം ദൃഷ്ട്വാതു ബാഹ്യത. ഞാൻ ബോധമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അനുഭവിക്കുന്ന
ശബ്ദസ്പർശരൂപരസഗന്ധങ്ങളും ബോധം തന്നെ. ആധ്യാത്മികമായ തത്വം കാണണം. അതാണ് ഏതേനൈവ വിജാനാതി, ഇത് തന്നെ, ഈ സത്യം തന്നെയാണ് അതൊക്കെ അനുഭവിക്കുന്നത്. തത്വം ആധ്യാത്മികം ദൃഷ്ട്വ തത്വം ദൃഷ്ട്വാ ബാഹ്യതഃ. അങ്ങനെയാണെങ്കിൽ പുറത്തും ഞാൻ അനുഭവിക്കുന്നതൊക്കെ ഞാൻ തന്നെ. ബോധം, ഈശ്വരൻ. ഞാൻ എന്നിൽ എന്തിന് പ്രലോഭിതനാകണം? അത് മറ്റൊരു വസ്തു ആണെന്ന് കാണുന്നത് കൊണ്ടാണ് പ്രലോഭനം. ഞാൻ തന്നെ എന്ന് കണ്ടാൽ എൻ്റെ ആനന്ദം, ആത്മാനന്ദം. നേരെക്കുറിച്ച് വേറൊരു വസ്തുവാണെന്ന് കണ്ടാൽ അതിൽ നിന്ന് കിട്ടുന്ന ആനന്ദത്തിന് വേണ്ടി അതിൻ്റെ പിന്നാലെ പോവുക. മാൻപേടകൾ മരുഭൂമിയിലെ കാനൽ ജലം കുടിക്കാൻ പോകുന്നത് പോലെ ഒടുവിൽ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കിട്ടാതെ മരിച്ചു വീഴുക. അതാണല്ലോ ഇവിടെയൊക്കെ കാണുന്നത്. ഈയാമ്പാറ്റ രൂപം ഭക്ഷിക്കാനാണ് വെമ്പി അടുക്കുന്നത്. എന്ത് ഭക്ഷിച്ചിട്ടാണ് മരിച്ചു വീഴുന്നത്? ആ ചൂടേറ്റ് അങ്ങനെ പൊള്ളി മരിച്ച് വീഴുക. ഇതാണ് മനുഷ്യൻ്റെയും സ്ഥിതി. എങ്ങനെ അറിയാം? ഒട്ടും തൃപ്തി വരുന്നില്ല. അതുകൊണ്ടാണ് മരണവേളയാവുമ്പോൾ പരമസത്യം പിടികിട്ടിയില്ലെങ്കിൽ അതൃപ്തി അതിൻ്റെ പരമകാഷ്ഠയിൽ ചെന്ന് നിൽക്കും. അനുഭവിക്കാനും കഴിയില്ല. അപ്പോഴാണ് ഈ കിടന്ന് പിടച്ചിൽ. ഓരോരുത്തർ മരണം അടുക്കുമ്പോൾ കിടന്ന് പിടയുന്നില്ല. എന്താ കാര്യം? ഒരുപാട് വസ്തുതകൾ അനുഭവിക്കണം, പക്ഷെ ഒന്നിനും നിവൃത്തിയില്ല. ഇന്ദ്രിയങ്ങളൊക്കെ തളർന്നു. ഇത് ആദ്യമേ നചികേതസ് പറഞ്ഞതാണ്. ജരയന്തി തേജ, സകല തേജസ്സും നഷ്ടപ്പെടുത്തുന്നു ഈ വിഷയാനുഭവം. അതാണ് സ്വേന ശബ്ദരൂപം രസംഗന്ധം ശബ്ദം ശബ്ദാൻ സ്പർശാംശ്ച മൈഥുനൻ ഏതേനൈവ വിജാനാതി. ഇത് ഓർമ്മിക്കുമെങ്കിൽ കിമത്ര പരിശുഷ്യത്തെ, എന്ത് ശബ്ദം എന്ത് രൂപം ഒക്കെ ഒരേ വസ്തു. സ്വപ്നാന്തം ജാഗരിതാന്തം ച ഉഭൗ ഏന അനുഭൂയത്തെ. നിങ്ങൾ സ്വപ്നം കാണുന്നു, എത്ര സ്പഷ്ടം! സ്വപ്നത്തിൽ എന്തെല്ലാം വിഷയങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. വാസ്തവത്തിൽ ഈ സ്വപ്നവും ജാഗ്രതും ഉണർന്നിരിക്കുന്ന അനുഭവവും തമ്മിൽ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കുക. ഒരു വ്യത്യാസമില്ല. ജാഗ്രതത്തിൽ എന്തൊക്കെ അനുഭവിക്കുന്നുവോ എല്ലാം സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. സ്വപ്നത്തിൽ കാലം 10-60 വർഷം കഴിഞ്ഞ തോന്നൽ. എന്താ, ഇവിടെ ഉറങ്ങാൻ കിടന്നിട്ട് 1 മിനിറ്റായില്ല. അതിനിടയ്ക്ക് 10-60 വർഷം എവിടെ കഴിഞ്ഞു? ഒരു വലിയ പ്രദേശം, വലിയൊരു കാനന പ്രദേശം, അല്ലെങ്കിൽ ഒരു നഗരപ്രാന്തം. എവിടെ നഗരപ്രാന്തം? വാസ്തവത്തിലുണ്ടോ? പക്ഷേ അനുഭവിക്കുമ്പോൾ വ്യക്തമായും ഉണ്ടെന്നല്ലേ അനുഭവിക്കുക. സ്വപ്നം അനുഭവവേളയിൽ സത്യം, ഉണരുമ്പോൾ മാത്രം അസത്യം. അപ്പോൾ ഈ സ്വപ്നത്തോട് താരതമ്യപ്പെടുത്തുക. സ്വപ്നാന്തം ജാഗരിതാന്തം ച, സ്വപ്നത്തെയും ഉണർന്നിരിക്കുമ്പോഴുള്ള അനുഭവങ്ങളെയും. ഉഭേ ഉഭൗ ഏനാനുഭൂയത്തെ, ഈ സ്വപ്നപദാർത്ഥങ്ങളെയും ഉണർന്നിരിക്കുമ്പോഴുള്ള വിഷയങ്ങളെയും ആരാണ് അനുഭവിക്കുന്നത്? ബോധം. എത്ര സ്പഷ്ടമായ കാര്യം! ബോധമുണ്ടോ സ്വപ്നാനുഭവമുണ്ട്, ബോധമുണ്ടോ ഉണർന്നിരിക്കുമ്പോഴുള്ള അനുഭവമുണ്ട്. അതുകൊണ്ട് ഒക്കെ ബോധം തന്നെ, പലതില്ല, ഒന്നേ ഉള്ളൂ എന്നുറപ്പ് വരുമ്പോൾ അതിരറ്റ ആനന്ദം. പുറത്തൊന്നിനെയും ആശ്രയിക്കാതെ അതിരറ്റ ആനന്ദം. ഇതാണ് ആത്മാനന്ദം. അത് കാട്ടിത്തരാനാണ് ഉപനിഷത്ത്. സ്വപ്നാന്തം ജാഗരിതാന്തം ച ഉഭൗ, രണ്ടും ഏനാനുഭൂയത്തെ, ഏതൊരു ബോധത്താലാണോ അനുഭവിക്കപ്പെടുന്നത്. മഹാന്തം വിഭു ആത്മാനം മത്വ ധീരോ ന ശോചത്തി. എത്ര എളുപ്പമുള്ള കാര്യം! നേരെ മറിച്ച് ഇത് വിട്ടിട്ട് ഉടനെ കുറച്ച് ശ്വാസം പിടിച്ചോ, അല്ലെങ്കിൽ തലകുത്തി നിന്നോ, അല്ലെങ്കിൽ സഹസ്രനാമം ജപിച്ചോ ഒക്കെ സുഖിച്ചു കളയാം. മനസ്സിനെ വശപ്പെടുത്താൻ സാധ്യമല്ല. ഇതിനോട് കൂട്ടിച്ചേർത്ത് എന്തു വേണോ ചെയ്യുക. ഈ തത്വബോധത്തോട് കൂട്ടിച്ചേർത്ത് ഉപനിഷത്ത് നമുക്ക് ലളിതമായി സ്പഷ്ടമായി പറഞ്ഞു തരുന്ന തത്വബോധത്തോട് കൂട്ടിച്ചേർത്ത്
എല്ലാം മനസ്സിലാക്കുക. എങ്ങനെ? എല്ലാം ബോധം. ഇതാണ് സദാശിവ ബ്രഹ്മേന്ദ്രനും മറ്റും പാടുന്നത്, സർവം ബ്രഹ്മമയം, കിം ഭോക്തവ്യം കിം അഭോക്തവ്യം. ഇനി എന്തിൻ്റെ പുറകെ നടക്കാൻ? എല്ലാം ഒന്ന്, എവിടെയും കാണുന്നത് അത് തന്നെ. ഇനി ഒരിടത്തും ഓടി നടക്കണ്ട. അതങ്ങോട്ട് മനസ്സിലായപ്പോഴോ ഉള്ളിൽ സ്വതന്ത്രമായ ആനന്ദം. ഈ ശരീരത്തിൻ്റെ നാശത്തിൽ പോലും ഒരു കേടും വരില്ല എന്നുറപ്പ് വരുന്ന ആനന്ദം. ഇത് കാട്ടിത്തരാനാണ് സ്വപ്നാന്തം, ജാഗരിതാന്തം ഇതൊക്കെ നമ്മൾ മന്ത്രങ്ങൾ വെറുതെ അങ്ങ് വായിച്ചു പോയതുകൊണ്ടൊരു വിശേഷമില്ല. സ്വപ്നവും ജാഗ്രതവും ഒക്കെ താരതമ്യപ്പെടുത്തി നോക്കുക, ഒന്നുമില്ല. സ്വപ്നത്തിൽ വല്ലതും ഉണ്ടോ? ആന കുത്താൻ വന്നു, ആനയുമില്ല, ആനയുടെ കുത്തലുമില്ല, ഒന്നുമില്ല. ഇത് തന്നെ ജാഗ്രതം. മരണത്തിൽ എല്ലാം ഇല്ലാതാവുന്നു. അദ്വൈത ബോധം ഉറപ്പ് വന്നാലും ഇവിടെ ജഗത്തില്ല. പിന്നെ ഉള്ളത് ആ ബ്രഹ്മം മാത്രം. സ്വപ്നം ഉണരുമ്പോഴില്ലാതാവും. ഈ ജാഗ്രതത്തിലെ ഉണർവ് സത്യബോധത്തിൻ്റെ ഉറപ്പ്. ഇവിടെ ഒന്നേ ഉള്ളൂ. സ്വപ്നാന്തം ജാഗരിതാന്തം ച ഉഭൗയേന അനുഭൂയത്തെ മഹാന്തം വിഭും. എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സർവേശ്വരനായ ആ ബ്രഹ്മത്തെ മഹാന്തം വിഭും ആത്മാനം മത്വ. എങ്ങനെ മത്വ? അതുതന്നെ എല്ലാം. പരമകാരണമായ ആത്മാവ് തെളിഞ്ഞു. നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ അബ്സല്യൂട്ട് കോൺഷ്യസ്നസ് അത് തെളിഞ്ഞു. ഇനി അതല്ലാതെ മറ്റൊന്നും ഉണ്ടാകാനേ സാധ്യമല്ല. മഹാന്തം വിഭും ആത്മാനം മത്വ. ഇത് പറ്റുമെങ്കിൽ ചെയ്യുക. നിറഞ്ഞു നിൽക്കുന്ന ആ വസ്തു അത് മാത്രമേ ഉള്ളൂ. നല്ലതായാലും ചീത്തയായാലും നാമരൂപങ്ങൾ എന്തു തന്നെ ആയാലും, സ്ത്രീ ആയാലും പുരുഷനായാലും നപുംസകമായാലും മൃഗമായാലും